പ്രഗ്നൻ്റ് ആയി എന്ന് നമ്മൾ അറിയുമ്പം നമ്മുടെ വീട്ടുകാരൊക്കെ പൊതുവേ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മളെ ഒരുപാട് ഭക്ഷണം കഴിപ്പിക്കും. അതായത് പ്രഗ്നൻ്റ് ആണ്, ഇനി ഒരാൾക്ക് പോലെ 2 പേർക്ക് വേണം ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതുണ്ട്. അതിപ്പം എന്ത് ഫുഡ് എന്നുള്ളതില്ല, നമ്മളെ വീട്ടിൽ എന്താണോ അവൈലബിൾ അതിൻ്റെ എമൗണ്ട് കൂട്ടുക. 2 പേർക്കുള്ളത് വേണമെന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് ചോറ് വരെ കഴിപ്പിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഒരു പ്രഗ്നൻ്റ് ലേഡി ഫുഡ് ഇൻടേക്ക് എടുക്കേണ്ടത്? അത് ക്വാളിറ്റി ഓഫ് ഫുഡിലാണോ പോകേണ്ടത്, അതോ എമൗണ്ട് ഓഫ് ഫുഡിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ന്യൂട്രീഷൻ ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. പക്ഷേ ഈ ഡബിൾ കഴിക്കൽ ഒന്നുമില്ല. അത് നമ്മളുടെ പ്രീ പ്രഗ്നൻറ്റ് വെയിറ്റ് നോക്കണം. നമ്മൾ ഐഡിയൽ ബോഡി വെയിറ്റിലുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കഴിക്കാം. വെയിറ്റ് കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇത്തിരി റെസ്ട്രിക്റ്റ് ചെയ്യാം, പ്രോട്ടീൻ കൂട്ടാം. വെയിറ്റ് കുറവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ കഴിക്കേണ്ടി വരും. ഒരു ബാലൻസ് ഡയറ്റാണ് നോക്കുന്നത്. സമയത്തിന് കഴിക്കുക, ബാലൻസ് ഡയറ്റായിട്ട് കഴിക്കുക, പ്രോട്ടീൻ, വെജിറ്റബിൾസ്, സാലഡ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടുക. അതങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു ടൈം ടേബിൾ ഇട്ട് കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. അത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പോലെ തന്നെ വരണം. പ്രഗ്നൻസി ആണ്, അതിന് കുറച്ച് കെയർ കൊടുക്കണം. അതല്ലാതെ എല്ലാവരും കൂടി തിന്ന അങ്ങനത്തത് ആവശ്യമില്ല. ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ഇൻടേക്ക്, വെജിറ്റബിൾസ് അതിൽ ഡെഫിനറ്റ്ലി കുറച്ച് കോൺസെൻട്രേറ്റ്. കാരണം നമ്മുടെ മലയാളി കേരള ഡയറ്റിൽ കാർബ് ഇസ് ഓവർടേക്കൺ അവർ പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഇൻടേക്സ്. നമ്മളത് കഴിക്കുന്നത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം. അപ്പോൾ എന്തായാലും കുറച്ച് ചേഞ്ചസ് ഡെഫിനറ്റ്ലി വരുത്തണം. സ്വിഗ്ഗി ഓർഡർ കുറയ്ക്കണം. ഹോം ഫുഡ്, ഫ്രഷ്ലി കുക്ക്ഡ് ഫുഡ്, ഇതൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റീനെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. ഐ നോ പ്രഗ്നൻറ്റ് വിമൻ ഹു ഓർഡർ 3 മീൽസ് എ ഡേ ഫ്രം സ്വിഗ്ഗി. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും വരുന്നവരെ ഞാൻ കൗൺസിൽ ചെയ്ത് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തി ഫുഡ്, ഹോം കുക്ക്ഡ് ഫുഡ്, ഫ്രഷ് ഫുഡ്. ഐ ഓൾവേസ് ടെൽ വർക്കിംഗ് വിമൻ ടു ഹാവ് എൻ എക്സ്ട്രാ കിറ്റ് ബാഗ്, ക്യാരി എക്സ്ട്രാ ഫ്രൂട്ട്സ്, എക്സ്ട്രാ ജ്യൂസ്, എന്തെങ്കിലും വീട്ടിലുണ്ടാക്കിയത്, സം കോക്കനട്ട് വാട്ടർ, സം മുത്താറി കാച്ചി ലൂസാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളു. ഡ്രിങ്ക്, യു കീപ് ദ അലാം ഇൻ യുവർ മൊബൈൽ, ഡ്രിങ്ക്. എസ്പെഷ്യലി ബാങ്ക് ഒഫീഷ്യൽസ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ബാങ്ക് പീപ്പിൾ, ഐ ഡോണ്ട് നോ, ദേ ഡോണ്ട് ഗെറ്റ് അപ്പ്, അപ്പോൾ അവരുടെ അടുത്തൊക്കെ കീപ്പ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറയും. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ, ഷോപ്പിംഗ് ഒന്ന് മാറ്റി പിടിച്ചാൽ, ഒന്ന് ഈവനിങ് ഒരു ഹാഫ് ആൻ അവർ കിച്ചണിൽ സ്പെൻഡ് ചെയ്താൽ ആക്ച്വലി വിത്തൗട്ട് മച്ച് മെയ്ഡ് ഓർ ഒന്നുമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം മാം പറഞ്ഞു വെള്ളം കൂടുതൽ കുടിക്കണമെന്ന്. ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് യൂറിനേഷൻ കൂടുതലായിരിക്കും. ആ കാരണം കൊണ്ട് വെള്ളം കുടിക്കുന്നത് കുറവ് ആ രീതിയിലേക്ക് വരാറുണ്ടോ പേഷ്യൻസ്? ഇല്ല, വെള്ളം കുടിക്കണം. ഓൺലി ടൈം വെൻ യു കനോട്ട് ഡ്രിങ്ക് വാട്ടർ ആദ്യത്തെ 3 മാസം കുറച്ച് ഹൈപ്പറമെസിസ്, നോസിയ ഉണ്ടാകും. അപ്പോൾ സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കാം. ചിലപ്പോൾ ഒരു ഗ്ലാസ് കുടിക്കാൻ പറ്റില്ല, ഒരു ക്വാർട്ടർ ഗ്ലാസ്, പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസ്, ഇൻസ്റ്റെഡ് ഓഫ് 1 ഗ്ലാസ് പെർ അവർ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു സ്മോൾ വോള്യൂംസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ബേബീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മളിപ്പം ഭക്ഷണം ഇൻടേക്ക് പറഞ്ഞു. അപ്പം മദറാണ് ഒരു 6 മന്ത്സ് വരെ ഫുഡ് കുട്ടിയിലേക്ക് കൊടുക്കുന്നത്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ്ങുള്ള സമയത്തും. അപ്പോൾ ആ സമയത്തും ഇതുപോലെ എന്തൊക്കെ ഭക്ഷണത്തിലെ മാറ്റങ്ങളാണ് മദേഴ്സ് ചെയ്യേണ്ടത്? പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും അതുപോലെ അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുന്ന സമയത്തും ഏതൊക്കെ ടൈപ്പ് ഫുഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? മാഡം പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം പ്രഗ്നൻസി പീരീഡ് ആയിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞ് ലാക്ടേഷൻ പീരീഡ് ആയിക്കഴിഞ്ഞാലും മദറിൻ്റെ ഡയറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മദറിന് പ്രോട്ടീൻ ഉള്ള ഡയറ്റ് തന്നെ, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് തന്നെ വേണം എപ്പോഴൊക്കെ കഴിഞ്ഞാലും. അതുപോലെ ലാക്ടേഷൻ്റെ സമയത്ത് നമുക്ക് ഗ്യാലക്ടോഗോക്സ് എന്ന് പറയും, അതായത് പാല് ഉണ്ടാവുന്നത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള ഫുഡ് കൂടെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം വെളുത്തുള്ളി ഉണ്ട്, ഉലുവയുണ്ട്, പിന്നെ മുരിങ്ങയില, ഇതൊക്കെ നന്നായിട്ട് മുലപ്പാൽ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇതുപോലെയുള്ള ഫുഡ് ഐറ്റംസ് കൂടെ സാധാരണ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ കഴിക്കേണ്ടതാണ്. പിന്നെ നോർമലായിട്ട് നമ്മൾ പറയുക ലാക്ടേറ്റിംഗ് മദർ ഒരു ദിവസം 5 മീൽസ് എടുക്കുന്നതാണ്. മീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് തന്നെ കഴിക്കണമെന്നല്ല, അത് പ്രോപ്പറായിട്ടുള്ള. കാരണം ഇപ്പം നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് കാലം ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 40 days എന്നൊക്കെയുള്ള രീതിക്ക് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഫുഡ് കഴിപ്പിക്കുക. അതല്ല, ആദ്യം ഉലുവിട്ട ചോറ് കൊടുക്കുന്നു, പിന്നെ വേറെ എന്തെങ്കിലും ഇട്ട ചോറ്. ഈ ചോറ് എല്ലാത്തിലും ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ഈ 5 മീലുള്ളത് 10 മീലൊക്കെ എത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിലും ചോറ് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഈ ചോറ് എന്നുള്ളത്? ചോറ് പേഴ്സേ നമുക്കിപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറേ കഴിച്ചതുകൊണ്ട് മിൽക്കിൻ്റെ കണ്ടൻറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എമൗണ്ടിലോ വലിയ വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. നമുക്ക് 5 മീൽ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പ്ലസ് പ്രോട്ടീനാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. കാരണം ബേബി ജനിച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് വേണ്ടുന്ന എല്ലാവിധ പോഷണങ്ങളും കിട്ടുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആദ്യത്തെ 6 മാസം വരെ മുലപ്പാലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ മുലപ്പാലിന് ഈ 6 മാസം വരെയുള്ള എല്ലാവിധ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ വിറ്റാമിൻ ഡി പോലെയുള്ള ഘടകങ്ങളുടെ
അയൺ പോലെയുള്ള കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അയണും വിറ്റാമിൻ ഡിയും ചിലപ്പോൾ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി പ്രീ ടേം ബേബീസ് ആണെങ്കിൽ അവർക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ടേം ബേബീസ് ആണെങ്കിൽ നമ്മൾ അയൺ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ബാക്കിയുള്ള എല്ലാവിധ ന്യൂട്രിയൻസും മിൽക്കിനകത്ത് തന്നെ, ബ്രസ്റ്റ് മിൽക്കിനകത്ത് തന്നെയാണ് കിട്ടുന്നത്. സോ അമ്മ ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചാൽ മാത്രമേ അയാളുടെ മിൽക്കിനകത്ത് ഈ ഔട്ട്പുട്ടിനകത്ത് ഈ പറയുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അമ്മ കഴിക്കുന്ന ഓരോ പ്രോട്ടീനകത്തുനിന്നും അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ അത് പിന്നെ ബേബിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. പിന്നെ 5 മീൽസ് എന്ന് പറയുന്നത് അത് പ്രോപ്പർ മീൽസ് ആയിരിക്കണം. അതൊരു സ്നാക്കിങ്ങോ അല്ലെങ്കിൽ ചായയും ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ട് ഒരു മീലെന്ന് വിളിക്കുന്നത് അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം അമ്മ ഡീഹൈഡ്രേറ്റഡ് ആവാൻ പാടില്ല. അമ്മ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതും മിൽക്ക് ഔട്ട്പുട്ടിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനെയൊക്കെ പുറമെ അമ്മയ്ക്കുള്ള സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിൻലി ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഇമോഷണൽ സപ്പോർട്ട് കൂടിയാണ്. കാരണം ഇനീഷ്യൽ ഡേയ്സിൽ പാല് കുറയുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് പാല് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത്, ബേബി ആക്റ്റീവ് ആവുന്ന സമയത്ത്, ഈ സമയങ്ങളിലൊക്കെ പലപ്പോഴും ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഫുഡ് നേരത്തെ കൊടുക്കണം. 6 മാസത്തിന് മുന്നേ കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബേബിക്ക് ഫോർമുല ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ബാക്കിയുള്ളവർ പ്രഷറൈസ് ചെയ്യുന്നത് അമ്മേൻ്റെ ഇമോഷൻസിനെയും ബാധിക്കും. അപ്പോൾ അത് മിൽക്ക് ഔട്ട്പുട്ടിനെയും ബാധിക്കും. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ അല്ലെ പീഡിയാട്രീഷ്യൻ അല്ലെ ന്യൂനറ്റോളജിസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതല്ലാണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തിട്ട് അമ്മേനെ കൂടുതൽ സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. ഇനിയിപ്പം പ്രസവത്തിന് ശേഷം ഈ പറഞ്ഞ പോലെ ഫുഡിൽ മാത്രമല്ല, നമ്മളെ നാട്ടിലൊക്കെ ഒരു രീതിയുണ്ട്, 40 ദിവസം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 90 ദിവസം ഭയങ്കര റെസ്റ്റ്, ഇങ്ങനെ ഒരു 40-90 എന്ന് പറഞ്ഞിട്ട് കണക്കുകളൊക്കെ ഉണ്ട്. 40 ഡേയ്സ് 90 ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതൊക്കെ ഒരു മദറിന് ആവശ്യമുള്ള കാര്യങ്ങളാണോ? അത് എത്ര ദിവസം വരെ ഒരു റെസ്റ്റ് പീരീഡ് വേണം ഒരു മദറിന്? എന്തായാലും പ്രഗ്നൻസി മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒരു ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, അതായത് പ്രഗ്നൻസി കൊണ്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ബാക്ക് ടു നോർമൽ ഇൻ 6 വീക്സ്, 45 ഡേയ്സ് ആണ്. ആ സമയത്ത് ഐ ഡോണ്ട് തിങ്ക് റെസ്റ്റ് കുറച്ചൊക്കെ നല്ലത് തന്നെയാണ്. ഇമോഷണൽ സപ്പോർട്ട് ഇത് പറഞ്ഞ പോലെ ഫീഡ് ചെയ്യണം, ബേബി ഇടയ്ക്കിടയ്ക്ക് എണീക്കും, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കരിയർ വിൽ കം ടു എ ഹോൾട്ട്, സ്റ്റഡീസ് വിൽ കം ടു എ ഹോൾട്ട്. ഇതൊക്കെ നമ്മളുടെ ബാക്ക് ഓഫ് ദ മൈൻഡിന് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെഫിനറ്റാണ്. പക്ഷേ മദർഹുഡ് ഒരു ബ്ലെസ്സിങ് ആണ്. അതിനെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇറ്റ് ഈസ് ടാക്സിങ്. പക്ഷേ അത് വെദർ യു ടേക്ക് ഇറ്റ്, അയ്യോ എനിക്ക് ഇനി എണീക്കണമല്ലോ എന്ന് പറഞ്ഞാൽ മൈ ബേബി ഈസ് ക്രൈങ്, ഐ ഹാവ് ടു ഫീഡ്, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നാൽ യു ക്യാൻ റിയലി എൻജോയ്. ബിക്കോസ് മോർ പോയിട്രീസ് ആർ റിട്ടൺ അബൌട്ട് മദർ ദാൻ ഫാദേഴ്സ്, ബിക്കോസ് ആ ജേർണി ടഫ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ജേർണി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, അത് ഫാമിലിക്കും എല്ലാവർക്കും. പാലില്ല എന്ന് പറയുമ്പോൾ പാല് പ്രൊഡക്ഷൻ ഈസ് ഇമോഷണലി കണക്റ്റഡ്. ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മന്ത്രം ചൊല്ലുന്ന പോലെ എനിക്ക് പാൽ കൊടുക്കാൻ പറ്റും, ഐ ക്യാൻ ഫീഡ് മൈ ബേബി. ആ 10 പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നാൽ തന്നെ അത് ഇമോഷണലി നമ്മൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പാൽ പ്രൊഡക്ഷൻ അല്ലേ, മിൽക്ക് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതൊരു ഹാപ്പിനെസ് യു ഹാവ് ടു പേഴ്സു. ബ്ലൂസ് ആണ് നാച്ചുറലി നമ്മൾ വി വിൽ ഗോ ഇൻ ടു ബ്ലൂസ്. അത് ഒരു കംഫർട്ട് സോണിൽ നിന്ന് എവേ ആണത്. പക്ഷെ അത് എങ്ങനെ അതിനെ എൻജോയബിൾ ജേർണി ആക്കാൻ പറ്റാം. പലരും ഇത് കാത്തിരുന്ന് കിട്ടാത്തതാണ്, നമുക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാതെ. ഇത് ഗോഡിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ്. ഇനി എത്ര സയൻസ് ഇമ്പ്രൂവ് ചെയ്താലും ലൈഫ് ദൈവം തരും. അപ്പോൾ അതിനെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡും ഹാപ്പിനെസ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ദ ജേർണി വിൽ ബിക്കം സ്മൂത്തർ, ഹാപ്പി. മെന്റലി നമ്മളൊരു എപ്പോഴും അത് പറ്റണമെന്നില്ല. യു മൈറ്റ് നീഡ് എക്സ്പേർട്ട് ഹെൽപ്പ്. എല്ലാ പ്രാവശ്യവും നമ്മുടെ ഈ പോസിറ്റിവിറ്റി നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരു ലെവലിൽ അത് പെത്തോളജിക്കൽ ആയേക്കാം. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ഹെൽപ്പ് എടുക്കുന്നത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്താ ഈ കുട്ടി കഴിക്കാത്ത, എന്താ ഈ കുട്ടി കരയാത്ത, എന്താ ഈ കുട്ടി, ആ ക്വസ്റ്റ്യൻസ് ഫാമിലി അവോയ്ഡ് ചെയ്യുക. യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഫാമിലി പറഞ്ഞാൽ പകുതി 50% അത് അവിടെ സോൾവ് ആയി. എന്നിട്ടും പറ്റുന്നില്ല, വെറുതെ കരയാൻ തോന്നുന്നു, ഡീനോ ഒരു കാരണമില്ലാതെ കരയുന്നു, ബേബി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, ഡെഫിനറ്റ്ലി യു നീഡ് ഹെൽപ്പ്. അത് ചിലപ്പോൾ ഒരു ടോക്കിങ്ങിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ അതൊക്കെ ശരിയാവും. അതൊന്നും വലിയ പെത്തോളജിക്കൽ ഒന്നും അല്ല. ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇപ്പം മാം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കുട്ടികളുടെ ആരോഗ്യത്തിലും ഈ മെൻ്റൽ ഹെൽത്ത് ബാധിക്കുന്നുണ്ടോ? അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും അതുപോലെ പ്രസവത്തിന് ശേഷമുള്ള ഈ ചെറിയ പ്രായത്തിൽ അമ്മയുടെ മെൻ്റൽ ഹെൽത്ത് കുഞ്ഞിനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ പറയാം, നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ വല്ലാണ്ട് ഓവർലുക്ക് ചെയ്യുന്ന ഒരു
ഒരു അസുഖത്തിൻ്റെ കാറ്റഗറിയിലേക്ക് പെടുത്താവുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ കുറേയധികം ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഗ്ലൂക്കോസ് ലെവലായാലും നമ്മുടെ BP ആയിക്കഴിഞ്ഞാലും നമ്മുടെ ഹോർമോണൽ ലെവലൈസ് ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബേബിക്കും ഇപ്പോൾ ഇൻ യൂട്രോ ബേബി ഉള്ളിലിരിക്കുന്ന സമയത്തായിക്കഴിഞ്ഞാൽ അമ്മയുടെ സ്ട്രെസ്സ് ബേബിക്കും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് അവർക്ക് കിട്ടുന്ന മെറ്റബോളൈറ്റ്സിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് ബേബിക്ക് കിട്ടുന്ന പൊക്കിൾക്കൊടി വഴി കിട്ടുന്ന ഹോർമോണിൻ്റെ ലെവൽസിനകത്തും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിനകത്തുള്ള കെമിക്കൽസ് മെയിൻലി മെറ്റബോളൈറ്റ്സിനകത്തുള്ള ചേഞ്ചസ് ഉണ്ടാവും. ബിക്കോസ് അമ്മയുടെ ബ്ലഡ് തന്നെയാണ് പ്ലസൻ്റ വഴിയിൽ അവിടെ നിന്നാണ് ന്യൂട്രീഷൻ ബേബിക്ക് കിട്ടുന്നത്. സോ മറ്റേണൽ സ്ട്രെസ്സ് ഡെഫിനറ്റ്ലി ബേബീൻ്റെ ഹെൽത്തിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഡെലിവറിക്ക് ശേഷമായി കഴിഞ്ഞാലും അമ്മയുടെ പാല് കുട്ടിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് സ്ട്രെസ്സ് കൂടുന്തോറും ബേബിക്ക് പാല് കിട്ടുന്നതിൻ്റെ അളവ് കുറയുക ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേബിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പോകേണ്ടി വരും. പിന്നെ അമ്മയുമായിട്ടുള്ള കെയർ, ഇപ്പോൾ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ഉണ്ട്, ബേബീനെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയും കുട്ടിയായിട്ടുള്ള ആ സമയത്തുള്ള ബോണ്ടിങ്, അപ്പോൾ ബേബീസിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഒരു എൻവയൺമെൻറ്റ് അവരുടെ അമ്മ മാത്രമാണ്. അപ്പോൾ അവിടെ അമ്മയുടെ സ്മെല്ല്, അമ്മയുടെ കെയർ, അമ്മയുടെ ടച്ച്, ഇതൊക്കെ ബേബി വിൽ ഫീൽ ഡിഫറെൻ്റ്ലി. അപ്പോൾ അത് അവരുടെ ഭാവിയിലേക്കുള്ള ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കത് സ്പെസിഫിക്കലി ഒരു ബേബിക്ക് ഇത് കിട്ടിയിട്ടോ വേറൊക്കെ ഇത് കിട്ടിയില്ല അങ്ങനെ നമുക്ക് മെഷർ ചെയ്തിട്ട് അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ദർ വിൽ ബി ഡിഫറൻസസ്. സോ അമ്മയുടെ സ്ട്രെസ്സ് ഡെഫിനറ്റ്ലി ബേബീനെയും ബാധിക്കും. അപ്പോൾ അതൊരു സ്ട്രെസ്ഫുൾ അല്ലാത്ത രീതിയിൽ ലാക്ടേഷനും അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡും കൊണ്ടുപോകുക എന്നുള്ളത് അമ്മയെക്കാളുപരി അമ്മയുടെ കൂടെ നിൽക്കുന്നവർക്കാണ് അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്തം. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് എപ്പോഴെങ്കിലും അവരുടെ കൂടെ ഉള്ളവരെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് അവർ കൂളായിരിക്കും, പക്ഷെ ചുറ്റുമുള്ളവരെ അവരെ സ്ട്രെസ്ഫുൾ ആക്കിയിട്ട് ഈ രീതിയിലേക്ക് മാറ്റാന്നുള്ള തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന്? അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മദർ അല്ലാതെ ഇപ്പം ഫാമിലിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. മെയിൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അവർ പല സ്റ്റേറ്റ്മെൻറ്റ്സും പറയുന്നത് ബിക്കോസ് ദേ ലവ് ദ ബേബി. അവർ അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല അവർ പറയുന്നത്. അവരുടെ ഔട്ട് ഓഫ് അവരുടെ കൺസേൺ അവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അമ്മയ്ക്ക് ഈ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതവരെ നമുക്കങ്ങനെ അവരത് അറിയാത്തിടത്തോളം കാലം അവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിനകത്ത് ദർ ഈസ് നോ പോയിൻറ്റ്. ബിക്കോസ് അത് അവർക്ക് അറിയാത്തതാണ്. ഇറ്റ്സ് എ ന്യൂ തിങ് ടു ദം. അപ്പോൾ അവർക്ക് അറിയാത്തൊരു കാര്യം അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ വിൽ ബി റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അവർ പിന്നെ അത് ചെയ്യില്ല. പക്ഷേ പലരും ഒരു എന്താ പറയുക 99% ആൾക്കാരും അതറിയാതെ അവരുടെ ഔട്ട് ഓഫ് അവരുടെ ആ ഒരു പ്യുവർ കൺസേൺ ആണ് അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പലപ്പോഴും. അത് ബേബിനോടുള്ള സ്നേഹത്തും കൂടുതൽ കൊണ്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. 1-2 കുട്ടികൾ മതി. അപ്പോൾ ഓൾ ദ സ്ട്രെസ്സസ് പുട്ട് ഇൻ ടു ദിസ് പ്രഗ്നൻസി. എനിക്ക് ഈ ഒരു കുട്ടി മതി എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ നത്തിങ് ഷുഡ് ഹാപ്പൻ എന്നുള്ള ഒരു വാശിയുണ്ട് ചിലർക്ക്. അത് അങ്ങനെ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ. നത്തിങ് ഷുഡ് ഹാപ്പൻ, എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്ലി ഓക്കെ. അങ്ങനെ ഒരു പ്രീ ഫിക്സ്ഡ് ഐഡിയാസിലാണ് നമ്മുടെ അടുത്തേക്ക് OP യിലേക്ക് വരുന്നത്. ദിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അത് 0 to 100 ആണ്. ഇറ്റ് ഈസ് വെരി സ്മൂത്തായിട്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ചുമ്മാ അങ്ങനെ പ്രസവിച്ച് പോവുകയും ചെയ്യാം. പക്ഷേ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ മോസ്റ്റ് വേസ്റ്റ് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഓൾസോ. അപ്പോൾ നമ്മൾക്ക് എന്താ നമ്മൾ ട്രൈ ഹൈ റിസ്ക് ആയി നോക്കുന്നത്. ഇതിപ്പോൾ പക്ഷേ ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് എല്ലാവരും ഒരുപോലെയാണ്. പ്രീ ടേം ആണെന്നോ അൺകോംപ്ലിക്കേറ്റഡ് ആണെന്നോ കോംപ്ലിക്കേറ്റഡ്, എല്ലാവരും ഒരേ സ്റ്റീരിയോ ടൈപ്പിൽ ഇത് തന്നെ ചെയ്തിരിക്കണം, മറ്റേതായിരിക്കണം, അത് കഴിച്ചിരിക്കണം, കുളിച്ചിരിക്കണം. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ഒരു ഡയബറ്റിക് ഒബീസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ വൂണ്ട് എടുക്കുന്നവരെ നിങ്ങൾ ഓയിൽ ബാത്ത് ഒന്നും പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. അതൊന്നും ചിലപ്പോൾ അവരുടെ തലയ്ക്ക് പിടിച്ചു. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങനെയുള്ള സെൻറ്ററുകളിലേക്കാണ് ആളുകൾ പോകുന്നത്. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കൊന്നുമില്ല, നേരെ ഇങ്ങനത്തെ സെൻറ്ററിൽ പോയിട്ടാണ് ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ആർ വി ഇൻ ടു എ ട്രാപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കണം. എന്ത് തന്നെയായിരുന്നു നമ്മളൊരു സാധനം വാങ്ങാൻ പോയാലും നമ്മളൊരു സാധനം ചെയ്യുമ്പോഴും നമ്മൾ ഇസ് ദർ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിലുണ്ടോ, അതിലൊരു നമ്മൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ആ ക്രിട്ടിക്കൽ അനാലിസിസ് എല്ലാത്തിലും വേണം നമുക്ക്. whether you should listen to the doctor, you discuss, I want to go there. Anyway, ഒരു oil massage, spa, it definitely relaxes. But
Medically, are you okay with it? Is my baby okay with it? Is my wound okay with it? Is my blood panel okay with it? എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് യു ക്യാൻ ഓൾവേസ്, അത് ഹൈഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. റിലാക്സേഷൻ എല്ലാവർക്കും വേണ്ട. അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈവൻ ദ ഗ്രാൻഡ് മദർ ഗെറ്റ് സം റിലാക്സേഷൻ. ഇപ്പോഴത്തെ ഗ്രാൻഡ് മദറും വർക്കിംഗ് മദേഴ്സ് ഒക്കെ അല്ലേ, അപ്പോൾ ദേ ഓൾസോ ഗെറ്റ് സം റിലാക്സേഷൻ. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കെയർ, വീടല്ല. അവിടെ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി മാനേജ്മെൻറ്റും ഉണ്ടാവും. പക്ഷേ വെൻ ടു ഡു എന്നുള്ളത് നമ്മളോട് ചോദിച്ചാൽ നമ്മളും പറഞ്ഞു കൊടുക്കും. ക്യാൻ ഐ ഗോ ഫോർ ഇറ്റ്? ഓക്കെ, യു പ്ലാൻ ഇറ്റ് അക്കോർഡിംഗ്ലി, യു ഡിസ്കസ് വിത്ത് ദ നിയോനറ്റോളജിസ്റ്റ്. അതല്ലാതെ അതാ പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ 4-ാം തീയതി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പോകണം, അങ്ങനെ പറ്റില്ല. 4-ാം തീയതി ആകുമ്പോൾ ബേബി ചിലപ്പോൾ ഫോട്ടോതെറപ്പിയിലൊക്കെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതിനൊക്കെ നോക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ റെസ്റ്റ് പീരീഡ് എടുക്കുന്നുണ്ട്, ഒരു 40 days റെസ്റ്റ് പീരീഡ് മാം പറഞ്ഞു. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് അവർ ഓവർ ഫുഡ് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അധികം മദേഴ്സും വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു 40 days ഉള്ളിൽ തന്നെ അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് വ്യായാമത്തിലേക്ക് കിടക്കാൻ പറ്റുമോ? അതോ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വ്യായാമമൊക്കെ തുടങ്ങാൻ ഏറ്റവും നല്ലത്, ഫിസിക്കലി നല്ലത്? അതുപോലെ ഇപ്പോൾ ജോലിയുള്ള മദേഴ്സ് ആണെങ്കിൽ അവർ ഇപ്പോൾ 40 days ഒക്കെ കഴിഞ്ഞ ഉടനെ ജോലിക്ക് പോവുക എന്നുള്ള ഇത് കാണാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഏറ്റവും നല്ലത്? എത്രയാണ്? മെറ്റേണിറ്റി ലീവ് 6 months എല്ലാവരുടെയും ഒരു റൈറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു കോർപ്പറേറ്റീവ് വിശ്വാസം. ഓഫീസിലൊക്കെ ഉള്ളവർ പ്രഷറൈസ്ഡ് ആണ്, അവർ പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നുള്ള. ഇന്നല്ല, എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഗിവ് 6 months മെറ്റേണിറ്റി ലീവ്. പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ എനിക്ക് തോന്നുന്നു 2 years ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദെയർ. 6 months മെറ്റേണിറ്റി ലീവ് എവറി മദർ ഡിസേർവ്. ഈ ഞാൻ പറഞ്ഞ 6 weeks ഇസ് ഫോർ ദ മദേഴ്സ് ബോഡി ടു കം ബാക്ക് ടു നോർമൽ. അപ്പോഴത്തേക്കും ബേബി സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. And ബേബി babies, ഹാസ് എ ലോങ് വേ ടു ഗോ. baby is completely on breast milk. So baby should be getting breast milk till 6 months because that is the only food that is recommended for babies till 6 months. So they have to get it. Like even if the mother recovers, mother mother improve ആയി കഴിഞ്ഞാലും ബേബിക്ക് പാല് കിട്ടാനുണ്ട്. അപ്പോൾ അത് 6 months വരെ പിന്നെ മുലപ്പാൽ മാത്രമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് ജോലിക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാറ്റർണിറ്റി ലീവ് 6 months കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരുപാട് നമ്മൾ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ, പ്രസവത്തിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ കേൾക്കാറുണ്ടായിരുന്നു. ഇപ്പം ടെക്നോളജി ഒരുപാട് വളർന്നു, ഒരുപാട് ഹോസ്പിറ്റൽസും നല്ല ഫെസിലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. എന്നിട്ട് പോലും ഇപ്പോഴും പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അത് പ്രസവത്തിന് ശേഷം കോംപ്ലിക്കേഷൻസ്, ബേബിക്കെല്ലാം കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ള മെയിനുള്ള കാരണം? ഓക്കെ, പ്രഗ്നൻസി ഇപ്പോൾ 100% സേഫായിട്ട് 100% സേഫ് പ്രഗ്നൻസി ഒരു ലോകത്ത് എവിടെയും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോംപ്ലിക്കേഷൻ കുറയ്ക്കുക, സേഫ്റ്റി കൊണ്ടുവരിക. അവർക്ക് ഇന്ന ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ, സപ്പോസ് ഒരു കാർഡിയാക് അസുഖമുള്ള മദറാണ്, നമ്മൾ പോയിട്ട് ഒരു കാർഡിയോളജിസ്റ്റ് ഇല്ലാത്ത ആശുപത്രിയിൽ പ്രസവിച്ചു, ഡെഫിനറ്റ്ലി യു ആർ ഇൻവൈറ്റിംഗ് ട്രബിൾ. അപ്പോൾ നമ്മൾ ആ സേഫ്റ്റി പ്രൊഫൈൽ നോക്കുക. ഒരു നമുക്കുള്ള പ്രശ്നം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അഡ്രസ്സ് ചെയ്യാൻ, ഞാൻ ഡെലിവറി ആവുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ബാങ്ക് ഇല്ലാത്ത അടുത്ത് ഡെലിവറി ചെയ്യാം, അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരു സേഫ്റ്റി പ്രൊഫൈൽ നോക്കി നമ്മൾ അത് നോക്കിയിട്ട് അതിൻ്റെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുക. നമ്മൾ അതിന് മുമ്പേ കാർഡിയോളജിസ്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാർഡിയോളജിസ്റ്റിനെ അവരുടെ കൺസൾട്ടേഷൻ ചെയ്ത് വെക്കുക. അപ്പോൾ അത് മരുന്നുകൾ ഒപ്റ്റിമൈസ് ചെയ്യുക, നമ്മളുടെ അതിൻ്റെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യുക, ബേബിക്ക് വളർച്ചക്കുറവാണ് അത് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്കും കുഞ്ഞിനും, മദറിനും കുഞ്ഞിനുമുള്ള കോംപ്ലിക്കേഷൻസ് ഡെഫിനറ്റ്ലി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പ്ലാനിങ്, ആക്ച്വലി യു ഹാവ് ടു പ്ലാൻ ബിഫോർ പ്രഗ്നൻസി. അതിനാണ് പറയുന്നത് പ്രീ കൺസെപ്ഷണൽ കൗൺസിലിംഗ്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ എന്നുള്ളത് ആക്സിഡൻ്റലി വരുന്നതല്ല, നമുക്ക് മുന്നേ അത് പ്ലാൻ ചെയ്ത് കോംപ്ലിക്കേഷൻസ് കുറക്കാൻ പറ്റുന്നതാണോ? എല്ലാം പറ്റില്ല. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, ഭയങ്കര ബ്ലീഡിങ്, സിവിയർ PPH ഒക്കെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതിപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ട്വിൻസ്, ട്രിപ്ലെറ്റ്സ്, ക്വാഡ്രിപ്ലെറ്റ്സും ബ്ലീഡിങ് കൂടുതലുണ്ടാകും. അനീമിയ ഉള്ള പേഷ്യൻ്റ്, ഹീമോഗ്ലോബിൻ ആകെ 7-8 ഉള്ളൂ. അപ്പോൾ കുറച്ച് ബ്ലഡ് പോയാൽ അവർക്ക് ബുദ്ധിമുട്ട് കൂടുതൽ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് അത് അയൺ കഴിക്കുക, അയൺ ഇഞ്ചെക്ഷൻ എടുക്കുക, ഹീമോഗ്ലോബിൻ നന്നാക്കുക, ഭക്ഷണത്തിൽ ഡയറ്റിൽ അയൺ റിച്ച് ഫുഡ് കൊണ്ടുവരിക. ഈ അശ്രദ്ധ കാരണം, പ്രഗ്നൻസി വുമൻസിൻ്റെ അശ്രദ്ധ കാരണം ലാസ്റ്റിലേക്ക് കോംപ്ലിക്കേഷനിലേക്ക്, അതായത് ഡെലിവറിയുടെ സമയത്തേക്ക് കോംപ്ലിക്കേഷൻ ആയി വരുന്ന കേസസ് വരാറുണ്ടോ മാമിന്? പിന്നെ കൺസൾട്ടേഷൻ ചെയ്യാത്തവർ, കൊടുത്ത മരുന്ന് കഴിക്കാത്തവർ, ഈവൻ വീട്ടുകാർ തന്നെ പറയും അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് മാഡം, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് പറയും. അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്
ഹോസ്പിറ്റലിൽ പോവാതെ വീടുകളിൽ വെച്ചിട്ട് വേറെ പല ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യുന്ന ആളുകളും പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ മെറ്റേണൽ ന്യൂനേറ്റൽ മോർട്ടാലിറ്റി ഒക്കെ കുറയ്ക്കുക എന്നുള്ള ഒരു ടോക്കല്ലേ ഇത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ റെക്കമെൻഡേഷനാണ് ഇന്ത്യ ആണെങ്കിലും എവിടെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി അല്ലാതെ ഹോം ഡെലിവറി ചെയ്യാം എന്ന് പറയുന്നില്ല എന്നാണ് ഞങ്ങളുടെ അറിവ്. ആസ്റ്റർ മിംസ് ഡെഫിനറ്റ്ലി ഹോം ഡെലിവറി പ്രൊമോട്ട് ചെയ്യുന്നില്ല, നമ്മൾ അതിൻ്റെ ഒരു ഭാഗവുമല്ല. ഇനി നമ്മൾ കുട്ടികളുടെ മരണനിരക്ക് നോക്കുമ്പം ഇപ്പോൾ 1000 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ 25 പേര് മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വരുന്നത്. എന്താണ് ഇത്ര കൂടുതൽ ഇപ്പോൾ ഇത്രയും ടെക്നോളജീസ് ഉള്ള ഈ ഒരു സമയത്തും ഇങ്ങനൊരു മരണനിരക്ക് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 25 ആണ്. കേരളത്തിലത് കുറച്ചുകൂടെ കുറവാണ്, നന്നായിട്ട് കുറവാണ്, 6 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ജനിച്ച് 1 ഇയർ ആവുന്നതിന് മുന്നേ കുട്ടികൾ മരിക്കാനുള്ളതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ഏതാണ്ടൊരു 36% വരുന്നത് പ്രിമച്യൂരിറ്റി അഥവാ മാസം തികയാതെ പ്രസവിക്കുന്നതാണ്. ബാക്കി അതിന് പുറമെ വരുന്നത് ഇൻഫെക്ഷൻസ്, ഡെലിവറി സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പിന്നെ ജനന സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന കഞ്ചനിറ്റൽ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അതുപോലെ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള കുറേ കാരണം ന്യൂമോണിയ പോലെയുള്ള ഇൻഫെക്ഷൻസിന് പുറമെ ന്യൂമോണിയ ഒരു 10 മുതൽ 12% വരെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിക്ക് കാരണമാവുന്നതാണ്. നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനകത്ത് ഒരു 10 മുതൽ 12% വരെയും ന്യൂമോണിയാണ് കാരണം. അപ്പോൾ അത് ഇൻഫെക്ഷൻസിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കുറക്കുക എന്നുള്ളതാണ് നമുക്ക് നേരിട്ട് ചെയ്യാവുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ഒരു പ്രിമച്യൂരിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രീടേം ആയിട്ട് ജനിക്കുന്ന കുട്ടിയുടെ കോംപ്ലിക്കേഷൻസ് കുറക്കുക? അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമച്യൂരിറ്റി ഡെലിവറി ഉണ്ടാകുന്ന സമയത്ത്, മാസം തികയാതെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ആ കുട്ടി എവിടെ ജനിക്കണം, ഏതൊക്കെ ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് ജനിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസം തികയാത്ത കുട്ടി ജനിക്കുമ്പോൾ അത് അയാളുടെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടീനെ കെയർ ചെയ്യാൻ പറ്റുന്ന അതിനനുസരിച്ച് സംവിധാനങ്ങളുള്ള ഒരു NICU കൂടെയുള്ള സ്ഥലത്ത് വേണം അവർ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകളുണ്ട്. അപ്പോൾ ആവുന്നതും അതുപോലെയല്ല, ഇപ്പോൾ തീരെ പ്രീടേം ആണെങ്കിൽ നമുക്ക് ടെർഷ്യറി കെയർ സെൻറ്റേഴ്സിൽ തന്നെ ഡെലിവറി ആവുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. അത് അവരുടെ മോർട്ടാലിറ്റി മരണനിരക്ക് നന്നായിട്ട് കുറയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാക്കി ഇപ്പം ഇൻഫൻറ്റ് മോർട്ടാലിറ്റീനകത്ത് നമുക്ക് ഉള്ള കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിനേഷൻസ് എടുക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, മുലപ്പാൽ തന്നെ കൊടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പം പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് വാക്സിനേഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത്. പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടീനെ കൊണ്ട് വേഗം രക്ഷപ്പെടുക, ഇവിടെ നിന്ന് ബാക്കിയുള്ളതൊന്നും ചെയ്യാതെ പോവുക എന്നുള്ളത്. അപ്പോൾ അത് കുട്ടികളുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. വാക്സിനേഷൻ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് അവരുടെ പേരൻസോ കെയർ ഗിവേഴ്സോ അവർ ചെയ്യുന്ന ക്രൈം ആണ്. ഓക്കെ, കാരണം ഒരാൾക്ക് ജീവിതകാലത്ത് ഒരു അസുഖത്തിനെതിരെ ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ ഒന്നുകിൽ അതിനുള്ള വാക്സിനേഷൻ എടുക്കണം, അല്ലെങ്കിൽ ആ അസുഖം വരണം. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്ന അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എല്ലാ അസുഖങ്ങൾക്കെതിരെയും വാക്സിനേഷൻസ് ഇല്ല. വളരെ ചെറിയ ശതമാനം അസുഖങ്ങൾക്കെതിരെ മാത്രമേ വാക്സിനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൂ. വാക്സിനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ ഓരോന്നെടുത്തു കഴിഞ്ഞാലും ഈ ഓരോന്നും മരണകാരണമാകുന്ന അസുഖങ്ങൾക്കെതിരെയുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കുട്ടിക്ക് കൊടുക്കാണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് ആ കുട്ടീനോട് ചെയ്യുന്ന ക്രൂരതയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ എടുക്കാൻ നടക്കാം. ക്യാൻ യു മേക്ക് എൻ ഇൻ്റർനാഷണൽ ട്രിപ്പ്? വാക്സിനേഷൻ എടുക്കാതെ കൊണ്ടുപോയിട്ട് ദുബായിൽ സ്കൂളിൽ ചേർക്കാൻ പറ്റുമോ? അവിടെ അത് നിർബന്ധമാണ്. എന്ത് ചെയ്യണമെങ്കിലും വാക്സിനേഷൻ്റെ കാർഡ് കാണിച്ചോളൂ. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റമേ നമ്മളെ അറിയില്ല. ഇല്ല, ഇവിടെ അങ്ങനെ വരുമായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ മനുഷ്യന്മാർ ഓരോ ദിവസവും മുന്നോട്ടേക്കല്ലേ പോകുന്നത്. ഡെഫിനറ്റ്ലി അത് വരും. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മരണനിരക്ക് എടുക്കുമ്പം ഇത് റൂറൽ ഏരിയ, അർബൻ ഏരിയ ഇത് വെച്ച് നോക്കുമ്പം കൂടുതൽ ഏത് ഏരിയയിലോട്ടാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇതിന് കൂട്ടുകയാണോ, മോർട്ടാലിറ്റി റേറ്റ് കൂട്ടുകയാണോ കുറക്കുകയാണോ ചെയ്യുന്നത് മരണനിരക്കിന്? അത് നമുക്ക് ഇന്ത്യയിലെ മൊത്തമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്ക് കൂടുതലുണ്ടാവുക റൂറൽ ഏരിയാസിലാണ്. പക്ഷെ നമുക്ക് കേരളത്തിന് പലപ്പോഴും ചില ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ അർബൻ ഏരിയാസിലാണ്
ഇൻഫർ മോർട്ടാലിറ്റി കൂടുതൽ. അർബൻ ഏരിയാസിൽ അത് 9 ആണ്. നേരെ മറിച്ച് ഓൾ കേരള നമ്മൾ എടുക്കുമ്പോൾ അത് 6 ഉള്ളൂ. ഓക്കെ, 6 ഉള്ളൂ. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. ഇതേപോലെ തന്നെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മമാരുള്ളത്. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ടാണ്. കേരളത്തിൽ മാത്രം അമ്മമാരുടെ എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് റേറ്റ് കുറവാണ്. ഓക്കെ, അത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാക്കി ലോകത്ത് എവിടെ ആയിക്കഴിഞ്ഞാലും നമുക്ക് എഡ്യൂക്കേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ പോകുമ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറയുകയാണ് ചെയ്യുക. അത് കേരളത്തിൽ മാത്രം അത് നേരെ ഓപ്പോസിറ്റാണ്. അതിനുള്ള കാരണം എന്താണെന്നാണ് ഡോക്ടർക്ക് അതിന് പല കാരണങ്ങളുണ്ടാവാം. ഇപ്പോൾ നമുക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അർബൻ ഏരിയാസ് നോക്കുമ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് അതിനോട് ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാണ്ടിരിക്കുക, വാക്സിനേഷൻ പിന്നെ എടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിന് നമ്മൾ പോയിട്ട് ഹെൽത്ത് ഫെസിലിറ്റിയിൽ കാണിക്കുന്നതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുറത്താണെങ്കിൽ, നമ്മളിപ്പം വില്ലേജസിലാണ്, റൂറൽ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഇന്ന് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നാളെ ഡോക്ടർ അവൈലബിൾ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനകത്ത് ചിലപ്പോൾ പോയി കാണിക്കുന്നുണ്ടാവാം. ഇതൊക്കെ സ്പെക്കുലേഷൻസ് ആണ്. ഇത് വെച്ചിട്ടാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് 100% പറയാനാവില്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റഡീഡ്. നമ്മൾ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു പ്രഗ്നൻസിയിലുള്ളത്. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കുറച്ച് പഠിച്ച് അത്യാവശ്യം ഒരു പ്രായം കഴിഞ്ഞിട്ടാണ്, പണ്ടത്തെ പോലെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോവുക എന്നുള്ളതില്ല. പഠിച്ച് ജോലി ആയതിനു ശേഷം കല്യാണം കഴിയുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രായം ഇതിലൊരു ഫാക്ടറാണോ ഒരു കോംപ്ലിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഇന്ന പ്രായമുണ്ട് കല്യാണം കഴിക്കാൻ, ഇതാണ് നല്ല പ്രായം എന്നുള്ളൊരു പ്രായമുണ്ട്? റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ടിക്കിങ് തന്നെയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ദ ഗേൾ ഹാസ് ടു ബി ഫിസിക്കലി ഇമോഷണലി പ്രിപ്പയർഡ് ഫോർ പ്രഗ്നൻസി. ജസ്റ്റ് ബിക്കോസ് ഐ എം 25 അല്ലെങ്കിൽ ഐ എം 35 അങ്ങനെ പറയാൻ പറ്റില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ചാലഞ്ചിങ് ലോങ് ജേർണിയാണ്. ഇപ്പോൾ എല്ലാവർക്കും കരിയർ വേണം, എഡ്യൂക്കേഷൻ വേണം, അതിനൊരു ബാലൻസ് വേണം. അത് യു ഫ്രീസ് യുവർ എഗ് അറ്റ് 20 then I will become pregnant at 40, I don't accept. അതും ഒരു ട്രെൻഡാണ്. Because there are IT, they are giving money to freeze. People are asking us, can I freeze my eggs എന്നുള്ളത്. പക്ഷേ മേക്ക് ഇറ്റ് ഇൻ യുവർ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് വിൻഡോ ഇറ്റ് സെൽഫ്. പ്ലാൻ യുവർ ലൈഫ് ഇൻ എ വേ ദാറ്റ് യു ക്യാൻ ഹാവ് യുവർ ബേബി വെൻ യു ആർ ഹെൽത്തി. Because only egg can be frozen. Your body cannot be frozen. Your body will definitely age. Age കൂടുമ്പോൾ എക്സ്ട്രീംസ് ഓഫ് ഏജ്, അത് ടീനേജ് പ്രഗ്നൻസി ആണെങ്കിലും അതർ എൻഡ് ഓഫ് ദ ഏജ് ആണെങ്കിലും പ്രോബ്ലംസ്, സ്പെഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ഇവർക്ക്. വെരി യങ് ആൻഡ് വെരി ഓൾഡിന് പ്രോബ്ലംസ് ആർ ദെയർ വിത്ത് ഓൾ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഹൈപ്പോതൈറോയിഡിസം ഒക്കെ ഇപ്പോൾ നേരത്തെ നമ്മൾ കാണുന്നില്ലേ, പണ്ട് നമ്മൾ ഇത്ര ചെറിയ ആൾക്കാർക്ക് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് പ്ലാനറ്റ് അതിൽ നമ്മുടെ ഏജും ഒരു ഫാക്ടർ ആയിരിക്കണം നമ്മുടെ ഫാമിലി പ്ലാനിങ്.